ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഒണ്ടാരിയോ കുക്ക്സ്റ്റോണിലുള്ള ദ ലോറാസ് ഫാം സ്റ്റാൻഡിലെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. സോ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സ്കാർബ്രോന്ന് ഏകദേശം ഒരു 1 hour ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ ലോറാസ് ഫാം സ്റ്റാൻഡിലെത്താം. അവിടെ എൻട്രൻസിൽ തന്നെ നല്ല ഭംഗിയായിട്ട് പംകിൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെന്നത് ഒരു വീക്കെൻഡിലാണ്. നല്ല തിരക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഹാലോവിന് മുന്നേ ഒരു പംകിൻ പാച്ച് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദ ലോറാസ് ഫാം സ്റ്റാൻഡ് ഒരു അടിപൊളി ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. നമുക്കിവിടെ പല കളറിലും പല സൈസിലും വെറൈറ്റി ആയിട്ടുള്ള പംകിൻസ് കാണാൻ പറ്റും. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീസ് ആയിട്ട് വരുന്നത് $10 ആണ് വിത്ത് ടാക്സ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പംകിൻ പാച്ചിലേക്ക് കയറി. അവിടെ നമുക്ക് നല്ല ക്യാൻഡീസ്, ഫ്രഷ് കാരമൽ, ആപ്പിൾസ്, ബ്രൗണീസ്, ഹോം മെയ്ഡ് ചോക്ലേറ്റ് അറേഞ്ച് ചെയ്ത് കൗണ്ടറിൽ വെച്ചിട്ടുണ്ട്. ഈ ഫാമിൽ പംകിൻസ് മാത്രമല്ല, അവരുടെ ഫാമേഴ്സ് തന്നെ ഗ്രോ ചെയ്ത ഫ്രഷ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് കിട്ടും. മാത്രമല്ല, കാനഡയുടെ സ്വന്തം മാപ്പിൾ സിറപ്പും അവിടെ അഫോർഡബിൾ റേറ്റിൽ അവൈലബിൾ ആണ്. ഈ പംകിൻ പാച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതൊരു വേറെ ലോകമാണ് കേട്ടോ ഗൈസ്. ഇവിടെ നമുക്ക് വേണ്ട പംകിൻ നമുക്ക് തന്നെ പിക്ക് ചെയ്തെടുക്കാം. മാത്രമല്ല, ഫോട്ടോ എടുക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി എസ്തെറ്റിക് ആൻഡ് വിൻറ്റേജ് ഫ്രെയിമുകളോടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എടുത്തിട്ടോ കുറേ അടിപൊളി ഫോട്ടോസ്. അവിടെ തന്നെ ഒത്തിരി ഏക്കറിൽ സൺഫ്ലവർ ഫീൽഡ് ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ കഴിഞ്ഞുകൊണ്ട് ഫ്ലവേഴ്സ് എല്ലാം പോയി. അത് കാണണമെങ്കിൽ നമ്മളൊരു ജൂലൈ ലാസ്റ്റോടു കൂടി അവിടെ ചെല്ലണം. അതുകൂടാതെ ഒത്തിരി ഫ്ലവേഴ്സും കോൺഫീൽഡും ഉണ്ട്. കോൺഫീൽഡ് നമുക്ക് ശരിക്കും അതിനകത്ത് കൂടെ പോയി എക്സ്പ്ലോർ ചെയ്യാം. നല്ല അടിപൊളി സ്വീറ്റ് കോണും കഴിക്കാം. അവിടുത്തെ കോൺ കൊണ്ട് വെച്ച് ഉണ്ടാക്കിയ പോപ്പ് കോൺസും അവിടെ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിൽ. ഈ ഫാമിൻ്റെ ഒരു അറ്റത്തായിട്ട് നല്ലൊരു പെറ്റിങ്സും ഉണ്ട്. അപ്പം അടുത്തായിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പോയത്. അവിടെ നമുക്ക് നല്ല ആട്ടിൻകുട്ടികൾ, ഗിന്നി പിക്സ്, പിന്നെ നല്ല ക്യൂട്ട് അൽപ്പാക്കാസ് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അവർ അറേഞ്ച് ചെയ്ത എല്ലാ ആക്ടിവിറ്റീസും ഞങ്ങളൊന്ന് ചെയ്തു നോക്കി. നല്ലൊരു ഈവനിങ് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു.
അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട പംകിൻ ഞങ്ങൾ തന്നെ പിക്ക് ചെയ്ത് ക്യാഷ് കൗണ്ടറിൽ പോയി ബില്ലൊക്കെ പേ ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ദ ഡെയ്സീസ് ഡയറിന്ന് നല്ലൊരു ഐസ്ക്രീമും കഴിച്ച് യാത്ര തിരിച്ചു കേട്ടോ. ഞങ്ങൾ വാങ്ങിച്ച പംകിൻ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ ഹാലോവിന് വേണ്ടി കാർവ് ചെയ്ത് ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സീസൺ കഴിയുന്നതിന് മുന്നേ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ദ ലോറാസ് ഫാം സെന്റർ ഒന്ന് വിസിറ്റ് ചെയ്തേക്ക്. നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ, സീ യു.